ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് പത്രത്തിലെ ഒരു ന്യൂസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. എക്സ് ഇന്ത്യ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിസ് gesture for Pakistani fan who breached security to take a picture with him in Dubai went viral. Ex-India captain, മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ എക്സ് എന്ന വാക്കിന് മുൻ എന്നാണ് അർത്ഥം. എക്സ് ഇന്ത്യ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയുടെ കോഹ്ലി അപ്പോസ്ട്രോഫി എസ് എന്നാലേ കോഹ്ലിയുടെ എന്നാണ് അർത്ഥം. ജെസ്ചർ എന്ന് പറഞ്ഞാൽ ആംഗ്യം അല്ലെങ്കിൽ ആംഗ്യം കാണിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഫോർ പാകിസ്ഥാനി ഫാൻ, പാകിസ്ഥാനി ആരാധകനോട്. ഫാൻ എന്ന് പറഞ്ഞാൽ ആരാധകൻ. ഇവിടെ ഹു എന്ന ഒരു വാക്ക് കാണാം. അത് ആ ആരാധകനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് അതവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഹു ബ്രീച്ച്ഡ് സെക്യൂരിറ്റി, സുരക്ഷ ലംഘിച്ച. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ലംഘിക്കുക. ബ്രീച്ച്ഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ ലംഘിച്ച. അതായത് ഫാൻ ഹു ബ്രീച്ച്ഡ് സെക്യൂരിറ്റി, സുരക്ഷ ലംഘിച്ച ആരാധകൻ. എന്തിനു വേണ്ടി? ടു ടേക്ക് എ പിക്ചർ, ഒരു ഫോട്ടോ എടുക്കാൻ. ടേക്ക് എ പിക്ചർ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക എന്നാണ് അർത്ഥം. വിത്ത് ഹിം, അദ്ദേഹത്തോടൊപ്പം. ഇവിടെ അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? വിരാട് കോഹ്ലിയെ. ഇൻ ദുബായ്, ദുബായിൽ വെച്ച്. വെന്റ് വൈറൽ, വൈറലായി. ഗോ വൈറൽ എന്ന് പറഞ്ഞാൽ വൈറലാവുക. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് വെന്റ് വൈറൽ, വൈറലായി. ഇനി ആ സെന്റൻസിന്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരിക എന്ന് നോക്കാം. തന്നോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ദുബായിൽ വെച്ച് സുരക്ഷ ലംഘിച്ച പാകിസ്ഥാനി ആരാധകനോടുള്ള മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ആംഗ്യം കാണിക്കൽ വൈറലായി. അതാണ് ആ സെന്റൻസിന്റെ മുഴുവൻ അർത്ഥം. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ആഫ്റ്റർ ദ സെക്യൂരിറ്റി ട്രൈഡ് ടു സ്റ്റോപ്പ് ഹിം ദ ഫാൻ സ്ക്രീംഡ് ഹിസ് നെയിം ഫോളോയിങ് വിച്ച് കോഹ്ലി സ്റ്റോപ്ഡ് ആൻഡ് ടുക്ക് എ പിക്ചർ വിത്ത് ഹിം. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ദ സെക്യൂരിറ്റി, ഇവിടെ ദ സെക്യൂരിറ്റി എന്നതിൻ്റെ അർത്ഥം സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നാണ്. ട്രൈഡ് എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. അതിൻ്റെ പാസ്റ്റ് ഫോം ആണ് ട്രൈഡ്, ശ്രമിച്ചു. ആഫ്റ്റർ ദ സെക്യൂരിറ്റി ട്രൈഡ്, സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതിന് ശേഷം. എന്തിന് ശ്രമിക്കുക? ടു സ്റ്റോപ്പ്, തടഞ്ഞു വെക്കാൻ. സ്റ്റോപ്പിന് ഇവിടെ തടഞ്ഞു വെക്കുക എന്നാണ് അർത്ഥം. ഹിം, അയാളെ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ആരാധകനെ. അപ്പോൾ അത്രയും ഭാഗത്തിന്റെ അർത്ഥം എങ്ങനെ വരാം? സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചതിന് ശേഷം. ദ ഫാൻ സ്ക്രീംഡ് ഹിസ് നെയിം. ദ ഫാൻ എന്ന് പറഞ്ഞാൽ ആ ആരാധകൻ. സ്ക്രീംഡ്, ഉറക്കെ വിളിച്ചു. സ്ക്രീം എന്ന വാക്കിന് ഇവിടെ ഉറക്കെ വിളിക്കുക എന്ന അർത്ഥമാണ്. സ്ക്രീംഡ് എന്നത് അതിൻ്റെ പാസ്റ്റ് ഫോം ആണ്. ഉറക്കെ വിളിച്ചു. ഹിസ് നെയിം, അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ആരെയാണ്? കോഹ്ലിയുടെ പേര്. അപ്പോൾ ആ ആരാധകൻ അദ്ദേഹത്തിൻ്റെ പേര് ഉറക്കെ വിളിച്ചു. ഫോളോയിങ് വിച്ച്, അതിനെ തുടർന്ന്. ഫോളോയിങ് വിച്ച് എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് എന്നാണ് അർത്ഥം. കോഹ്ലി സ്റ്റോപ്ഡ്, കോഹ്ലി നിന്നു. ആൻഡ് ടുക്ക് എ പിക്ചർ, ഫോട്ടോ എടുത്തു. ടേക്ക് എ പിക്ചർ എന്നതിൻ്റെ പാസ്റ്റ് ഫോം ആണ് ടുക്ക് എ പിക്ചർ എന്നുള്ളത്. ഫോട്ടോ എടുത്തു. വിത്ത് ഹിം, അയാളോടൊപ്പം. അയാളോടൊപ്പം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ആ ആരാധകനോടൊപ്പം. അപ്പോൾ ആ സെന്റൻസിന്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരിക? സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചതിന് ശേഷം ആ ആരാധകൻ അദ്ദേഹത്തിന്റെ പേര് ഉറക്കെ വിളിക്കുകയും അതിനെ തുടർന്ന് കോഹ്ലി നിൽക്കുകയും അയാളോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. അതാണ് ആ സെന്റൻസിന്റെ മുഴുവൻ അർത്ഥം. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. The fan stated that he had been waiting for a month to take a picture with Kohli. The fan stated, ആ ആരാധകൻ പറഞ്ഞു. സ്റ്റേറ്റ് എന്ന വാക്കിന് ഇവിടെ പറയുക എന്നർത്ഥമാണ്. സ്റ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ആ ആരാധകൻ പറഞ്ഞു. എന്ത്? That he had been waiting, അയാൾ കാത്തു നിൽക്കുകയായിരുന്നു. ഫോർ എ മന്ത്, ഒരു മാസത്തോളമായി.
അപ്പോൾ അത്രയും ഭാഗത്തിന്റെ അർത്ഥം എങ്ങനെ വരിക? ഒരു മാസത്തോളമായി അയാൾ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് ആ ആരാധകൻ പറഞ്ഞു. എന്തിന്? ടു ടേക്ക് എ പിക്ചർ, ഒരു ഫോട്ടോ എടുക്കാൻ. വിത്ത് കോഹ്ലി, കോഹ്ലിയോടൊപ്പം. അപ്പോൾ ആ സെന്റൻസിന്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരിക? കോഹ്ലിയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരു മാസത്തോളമായി അയാൾ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് ആ ആരാധകൻ പറഞ്ഞു. അതാണ് ആ സെന്റൻസിന്റെ മുഴുവൻ അർത്ഥം. ഇതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ന്യൂസ് പേപ്പർ വായിച്ച് അർത്ഥം പറയുന്ന വീഡിയോകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.